ശ്രീ പി എ മുഹമ്മദ് റിയാസ്, നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെയും നമ്മൾ പലയിടങ്ങളിലായി കിട്ടിയ സിഗ്നലുകളിലെല്ലാം നമ്മൾ പരിശോധന നടത്തുകയായിരുന്നു. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 4 ഇടങ്ങൾ, അതിൽ ഒന്നാമത്തേത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, അവിടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്നു. ഇനിയുള്ളത് 3 ഇടങ്ങളാണ്. അതിലേറ്റവും സ്ട്രോങ് ആയ സിഗ്നൽ കിട്ടിയ ഭാഗത്താണ് തെരച്ചിൽ നടത്താൻ പോകുന്നത്. എല്ലായിടങ്ങളിലും നമ്മൾ ഈ സിഗ്നൽ കിട്ടിയ ഇടങ്ങളിലാണ് നമുക്ക് പരിശോധിക്കാൻ ഒരു സ്കോപ്പ് മുന്നിലുള്ളത്. അവിടെ നമുക്ക് ഒരു പക്ഷേ ഈ തെരച്ചിലിൽ ഒരു ലീഡ് കിട്ടിയില്ലെങ്കിൽ ഈ മിഷൻ നമ്മൾ അബോർട്ട് ചെയ്യാൻ ഭരണകൂടം പറയുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുകയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അക്കാര്യത്തിൽ നമ്മുടെ ഒരു നിലപാട്? ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ഇതുവരെയുള്ള തെരച്ചിലിൻ്റെ ക്രോഡീകരിച്ച റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ചോദിച്ചത്. അല്ല, ഞങ്ങളുടെ അതിലുള്ള സമീപനം ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയാകെ നഷ്ടപ്പെടുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പോകരുത് എന്നുള്ളതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അത് കർണാടക സർക്കാരിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയാകെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമുക്കിതിൽ നിന്നും പുറകോട്ട് പോകാം എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എല്ലാ ശ്രമവും, പ്രതീക്ഷ നഷ്ടപ്പെടാതെ എല്ലാ ശ്രമവും നടത്തണം. അത് എല്ലാ നിലയിലും നടത്തണം. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രതികൂല കാലാവസ്ഥ മാറുമ്പോൾ ഇടപെടേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം. അതിലെല്ലാവരും യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതായത് മിഷൻ അർജുൻ തുടരും, അതിനൊപ്പം സംസ്ഥാന സർക്കാർ നിലയുറപ്പിക്കുന്നു. ആ ഒരു ഉറപ്പ് കുടുംബത്തിന് കൂടി പങ്കുവയ്ക്കുന്നതിനാണ് മന്ത്രിമാരുടെ സാന്നിധ്യമടക്കം ദുരന്ത മേഖലയിൽ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങയുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ 3 എം എൽ എമാർ അവിടെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു MLA താങ്കളിപ്പോൾ അവിടെ സംസാരിച്ചിട്ടുണ്ടാകും, കാർവാർ MLA സതീഷ് സെയിൽ. അദ്ദേഹവുമായാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സതീഷ് സെയിലുമായിട്ടുള്ള അദ്ദേഹം നല്ല നിലയിൽ ഇവിടെ ഇടപെടുന്നുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ഒരു കോൺടാക്ട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് 140 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഞാൻ നേരത്തെ സംഭാഷണ മധ്യേ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയായിരുന്നു, 141ാമത്തെ ഒരു MLA പോലെ നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹം. അത് നമുക്ക് ഈ തെരച്ചിലിന് ഗുണം ചെയ്യുന്നുണ്ടോ? കാരണം എല്ലാ സംവിധാനവും നമുക്ക് എത്തിക്കാം, പോണ്ടൂൺസ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ സജഷൻസ് മുന്നോട്ട് വെക്കുന്നതായിട്ടാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് ശ്രീ റിയാസ്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ നല്ല നിലയിൽ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പിരിഞ്ഞിട്ടേ ഉള്ളൂ. നാളത്തെ കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്, നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ MLA-മാർ ഇനിയും വരും. അത് കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ടീം പോയാൽ അടുത്ത ടീം വന്ന് ഇവിടെ നിൽക്കുന്നൊരു നില ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. നദിയുടെ മധ്യഭാഗത്താണ് ഇപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഭാഗം. അവിടേക്ക് എത്തിച്ചേരുക, അതുപോലെ അവിടെ നിന്ന് ആ ട്രക്ക് ഉയർത്തിയെടുക്കുക ശ്രമകരമാണ് ആ ദൗത്യം എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഒരു ദീർഘകാല പദ്ധതിയാണെങ്കിൽ പോലും അതിനും തയ്യാറാണ് എന്നിപ്പോൾ ഒരു നിലപാടെടുക്കുന്നത് ശ്രീ റിയാസ്? തീർച്ചയായിട്ടും നമ്മളെല്ലാ ശ്രമവും നടത്തണം. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം. അതിൽ ഒരു തരത്തിലും നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകണം. ഇതാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട്. ആ നിലപാട് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ്. വളരെ നന്ദി ശ്രീ പി എ മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ഏകോപനത്തിനായി നേരിട്ടെത്തിയതാണ്. നമുക്കൊപ്പം തത്സമയം സംസാരിക്കുകയായിരുന്നു. താങ്ക് യു മിനിസ്റ്റർ.